റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK US അംബാസിഡർ പീറ്റർ മാൻഡൽസിനെ പുറത്താക്കി. 2008 ലൈംഗിക കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ ധനകാര്യ വിദഗ്ധൻ ജെഫ്രി എപ്സ്റ്റൈനെ പിന്തുണച്ചുകൊണ്ട് മാൻഡൽസൺ അയച്ചിരുന്ന സ്വകാര്യ ഇമെയിലുകൾ പുറത്തുവന്നതോടെയാണ് അടിയന്തര നടപടിക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. എപ്സ്റ്റൈനെ നേരത്തെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി സന്ദേശങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റാർമർ അതിനെ അംഗീകരിക്കാത്തതെന്ന് വിശേഷിപ്പിക്കുകയും ഉടൻ നടപടിയെടുക്കേണ്ടതായി വന്നതായി വ്യക്തമാക്കുകയും ചെയ്തു. മാൻഡൽസൺ എപ്സ്റ്റൈന്റെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നത് പൊതുവെയുള്ള വിവരമായിരുന്നുവെങ്കിലും ശിക്ഷയ്ക്ക് ശേഷവും ബന്ധം തുടരുന്നതാണ് അദ്ദേഹത്തിന് വിനയായത്. കൺസർവേറ്റീവ് പാർട്ടിയും ചില ലേബർ എംപിമാരും നിയമന സമയത്ത് ആവശ്യമായ ജാഗ്രത പുലർത്തിയിട്ടില്ലെന്നും എല്ലാ പരിശോധനാ രേഖകളും പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക്പൂൾ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ 27-കാരനായ ജാമി പിയേഴ്സൺ ആത്മഹത്യ ചെയ്ത സംഭവം ആശുപത്രി ജീവനക്കാരുടെ വീഴ്ചയെന്ന് കോടതി വിധിച്ചു. 2024 ഓഗസ്റ്റ് 17 ശക്തമായ വേദനസംഹാരി ഗുളികകൾ കഴിച്ച ശേഷം അടിയന്തര വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം 4 മണിക്കൂറിനുള്ളിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കാണേണ്ടതായിരുന്നു. എന്നാൽ കുറഞ്ഞ അപകട സാധ്യതയുള്ള ആൾ എന്ന് കണക്കാക്കിയതിനാൽ 22 മണിക്കൂർ കഴിഞ്ഞിട്ടും ചികിത്സ ലഭിക്കാതെ ആശുപത്രിയിലെ ടോയ്ലറ്റിൽ ജാമി ജീവൻ ഒടുക്കുകയായിരുന്നു. എന്റെ മകൻ മാനസികമായി വളരെ ദുർബലനായിരുന്നുവെന്നും സഹായം ചോദിച്ചിട്ടും ആശുപത്രി ജീവനക്കാർ അവനെ അവഗണിച്ചുവെന്നും ജാമിയുടെ അമ്മ ജൂലി നൊവാക്സ് പറഞ്ഞു. പല അവസരങ്ങളിലും ചികിത്സയ്ക്കായുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സമയബന്ധിതമായ നിരീക്ഷണങ്ങളും രേഖപ്പെടുത്തലുകളും നടന്നിട്ടില്ലെന്നും ക്രോണർ കോടതിയിൽ വ്യക്തമാക്കി. ബ്ലാക്ക്പൂൾ സംഭവത്തിലെ വീഴ്ചകളിൽ NHS ട്രസ്റ്റ് അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു. നാം കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്നും എപ്പോഴും പല കാര്യങ്ങളും ശക്തിപ്പെടുത്തുവാൻ ആവശ്യമാണെന്നും ബ്ലാക്ക്പൂൾ വിക്ടോറിയ മേധാവി മാഗി ഓൾഹോം പറഞ്ഞു. ബൈക്കുകളുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. വൈറ്റ് ചാപ്പലിലെ റോയൽ ലണ്ടൻ ഓർത്തോപീഡിക്സ് ട്രോമ വാർഡിൽ ബൈക്കുകളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരിക്കുകളുമായി വരുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായി ഡോക്ടർമാർ പറയുന്നു. കഴിഞ്ഞയാഴ്ച മിൽഫീൽഡ്സ് പാർക്കിൽ കളിക്കുന്നതിനിടെ ഇലക്ട്രിക് ബൈക്ക് ഇടിച്ച് 6 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. കുട്ടിയുടെ ശരീരത്തിലേക്ക് സൈക്കിൾ വീഴുകയായിരുന്നു. എല്ലുകളിൽ പൊട്ടലേറ്റതിനാൽ പഴയ രീതിയിൽ എത്തുന്നതിന് 1 വർഷമെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത്തരത്തിൽ വലിയതും ഭാരമേറിയതുമായ ബൈക്കുകൾ കാൽനട യാത്രക്കാരും കുട്ടികളും വരുന്ന ഇടുങ്ങിയ പാർക്ക് വീതികളിൽ ഓടിക്കുവാൻ അനുവദിക്കുന്ന നിയമം മാറ്റം കൊണ്ടുവരണമെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. ടൂറിസ്റ്റ് വിസയിൽ UK താമസിക്കുന്നവർ സാധാരണയിലും വേഗത്തിലാണ് ബൈക്കുകൾ ഓടിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുതിർന്ന നേതാക്കൾക്കുമൊപ്പം മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെ ചുരാചന്ദ്പൂരിൽ സംഘർഷം. പ്രദേശവാസികളും പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിത്തോരണങ്ങളും അലങ്കാരങ്ങളും ഒരു സംഘം നശിപ്പിക്കുവാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. മുളവടികളുമായി എത്തിയ ഒരു സംഘം അക്രമികൾ ചുരാചന്ദ്പൂരിലെ പിസുൻമൂൻ ഗ്രാമത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡുകളും മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്ററുകളും അലങ്കാരങ്ങളും നശിപ്പിക്കുകയും തീവെക്കുകയും ചെയ്തു. കരനാവിക വ്യോമസേനകളിലെ 10 വനിതാ ഓഫീസർമാർ നടത്തുന്ന സമുദ്ര പര്യടനം മുംബൈയിൽ തുടങ്ങി. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയമായി നിർമ്മിച്ച ISV ത്രിവേണി എന്ന പായ്ക്കപ്പലിൽ 9 മാസം കൊണ്ട് 26,000 നോട്ടിക്കൽ മൈൽ ഇവർ സഞ്ചരിക്കും. ഗുഡ് ഹോപ്പ്, ഹോൺ ഉൾപ്പെടെ പ്രധാന മുനമ്പുകൾ ഇവർ മറികടക്കും. നാവികസേനയിലെ വനിതാ ഓഫീസർമാർ മുൻപ് പായ്ക്കപ്പലിൽ ലോക പര്യടനം നടത്തിയിട്ടുണ്ടെങ്കിലും 3 സേനകളിലെയും അംഗങ്ങളുടെ ഇത്തരമൊരു പര്യടനത്തിന് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. സുരക്ഷാ വീഴ്ചാരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CRPF. രാഹുൽ ഗാന്ധി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CRPF DG കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് കത്തെഴുതിയത്. മുൻകൂട്ടി അറിയിക്കാതെ വിദേശയാത്ര നടത്തുന്നുവെന്നും രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിൽ പറയുന്നു. അതേസമയം BJPക്കെതിരായ വോട്ടുകൊള്ള ആരോപണത്തിൽ പുതിയ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കെ CRPFനെ കരുവാക്കി തടയിടുവാനുള്ള നീക്കമാണിതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. രാഹുലിനെ ഭീഷണിപ്പെടുത്തിയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇനി കായിക വാർത്തകൾ. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ദക്ഷിണ മേഖലയ്ക്കെതിരെ മധ്യമേഖല കൂറ്റൻ ലീഡിലേക്ക്. 2ാം ദിനം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 384 റൺസ് എന്ന നിലയിലാണ് ഇവർ. 5 വിക്കറ്റ് കൈയിലിരിക്കെ 1ാം ഇന്നിംഗ്സിൽ 235 റൺസ് ലീഡ്. യാഷ് റഥാഡ്, സരാജ് ജെയിൻ എന്നിവർ ക്രീസിലുണ്ട്. യശിന് പുറമെ ക്യാപ്റ്റൻ രജിത് പട്ടീദാറും മധ്യമേഖലയ്ക്കായി സെഞ്ചുറി നേടി. 115 പന്തിൽ 2 സിക്സറിന്റെയും 12 ഫോറുകളുടെയും അകമ്പടിയോടെയാണ് പട്ടീദാർ സെഞ്ചുറി തികച്ചത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.52 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio